നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളിവിടെ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കി സത്യാമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ അവരിവിടെ എത്തണം. അവളെ ജനിപ്പിച്ചു പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന അവളുടെ അച്ഛനും അമ്മയും. കാർത്തികാന്റിയുടെ അച്ഛൻ ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കാർത്തികാന്റിയെ കൂട്ടിക്കൊണ്ടു പോണം. കൂട്ടിക്കൊണ്ടു പോവോ? സത്യയുടെ അമ്മയുടെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടേക്കാം. വരില്ലേ? വരണേ. ഇനി ഇതിൽ നിന്നും ഈ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഡിലീറ്റ് ചെയ്തു. കാർത്തിക ആരാണ്? അവളുടെ ലക്ഷ്യം എന്താണ്? അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണ്? ഈ 3 ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ എന്ത് സംശയിക്കുന്നു മാഡം? ഒരു ലോക ഫ്രോഡ് എന്തൊക്കെ കാണിക്കോ അതൊക്കെയല്ലേ അവള് കാണിച്ചോണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, അവളെ അടുത്തറിയാവുന്നവർക്കും അറിയാം. പക്ഷേ അവളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സത്യാമ്മയ്ക്ക് ഇതറിയില്ലല്ലോ. സത്യാമ്മയെ അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തണം. അതിനൊരു സൊല്യൂഷൻ കണ്ടാലേ ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. അതായത് എന്റെ ലൈഫിന്റെ തിരിച്ചുള്ള എൻട്രി നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഈ ആൻസറിലാണെന്ന് ചുരുക്കം. ഒരു കുഴയ്ക്കുന്ന കടമ്പയാണത്. ഈ ബുദ്ധിയുള്ള കള്ളികളെ കൊണ്ട് അവരുടെ വായിന്ന് സത്യം പറയിപ്പിക്കാൻ ചില പൊടിക്കൈകൾ പോലീസുകാർ പ്രയോഗിക്കും, ചില വളഞ്ഞ വഴികൾ. പക്ഷേ ഇവളുടെ അടുത്ത് അതും നടക്കില്ല. കാരണം ബുദ്ധി മാത്രമല്ല ഇവൾക്കുള്ളത്, വല്ലാത്തൊരു മനോധൈര്യവുമില്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഭാര്യ പദവിയും ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത വീട്ടിലിങ്ങനെ വലിഞ്ഞു കയറി വന്ന് നിൽക്കുവോ? പിന്നിൽ നിന്ന് ശക്തി പകരാൻ ഒരുപാട് പേര് കച്ചുകെട്ടി നിൽക്കുമ്പോ അവൾ ഇതും കാണിക്കും, ഇതിന്റെ അപ്പുറവും കാണിക്കും. ഒരു 3-ാം മുറി അവളുടെ അടുത്ത് ചെലവാവില്ല മാഡം. അത്രയ്ക്ക് കട്ടി അവളുടെ മനസ്സ്. ഞാൻ ചിന്തിക്കുന്നത് ഒരു 4-ാം മുറയാണെങ്കിലോ? മാഡം, പിഴുതു മാറ്റുമ്പോ വേരോടെ പിഴുതു മാറ്റണമെന്നൊരു ചൊല്ലുണ്ട്. പഴമക്കാരിതിനെ അടിത്തട്ടിളക്കുക എന്നും പറയും. മാഡം ഉദ്ദേശിക്കുന്നത് അവളുടെ വേരെവിടെയാണോ അത് തേടി പോവുക. അവളിവിടെ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കി സത്യാമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ അവരിവിടെ എത്തണം. അവളെ ജനിപ്പിച്ചു പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന അവളുടെ അച്ഛനും അമ്മയും. ജീവിച്ചിരിക്കുമ്പോൾ വാക്കുകൊണ്ട് മാതാപിതാക്കളുടെ പുലകുടി അടിയന്തരം നടത്തിയവൾക്ക് മുന്നിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് അവരെ കൊണ്ട് അവളുടെ കരണത്തടുപ്പിക്കണം. എന്നാലേ അവൾ അടങ്ങൂ. ജയശങ്കറിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് അവരെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അവിടേക്ക് എത്താൻ പറ്റിയ ഒരാള് വേണം. ഈ പറഞ്ഞ സ്ഥലം അതെനിക്കറിയാവുന്നതാ. പക്ഷേ അയാള് പറഞ്ഞതെല്ലാം സത്യമാണെന്നൊന്നും അറിയണമല്ലോ. ആരെയും നമുക്കിപ്പോ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ മാഡം. ഈ പറയുന്ന ഭാഗത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്. കൊറിയർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പ്രകാശ്. എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളിച്ചാ എതിര് പറയില്ല. എങ്കിൽ വൈകിക്കണ്ട, പ്രകാശിനെ വിളിച്ച് സംസാരിക്കേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും എത്താം. പിന്നെ അറിയാലോ, നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റിലും നമുക്കെതിരെ 100,000 തന്ത്രങ്ങൾ മെനയുന്നവർക്ക് മുൻപില് നമ്മൾ ഫൈറ്റിന് ഒരുങ്ങിയിരിക്കുന്നത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ കയറെറിയണം, എന്നാലേ കുരുക്ക് കഴുത്തിൽ തന്നെ വീഴൂ. ഇനിയൊരു പിഴവിന് അവസരം കൊടുക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? സമയം കളയാനില്ലാന്ന്. യെസ് മാഡം.
അപ്പോഴേ ഇത് തന്നെ കാർത്തികയുടെ അച്ഛൻ. ആ ഇരിപ്പിന്റെ അവസ്ഥ കണ്ടിട്ട് ഇത് തന്നെ ആള്. എന്റെ പുണ്യാളാ, മിന്നിച്ചേക്കണേ. എന്താ? അല്ല, ഈ കാർത്തിക രാജേന്ദ്രൻ. ഈ രാജേന്ദ്രൻ ഞാനാ. അപ്പോ കാർത്തിക എന്താ കാര്യം? അല്ല, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അവളുടെ ഒരു സാധനം ഇവിടെ ആർക്കും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുതേ. ഇത് ഒപ്പിട്ട് വാങ്ങി ഫോൺ നമ്പർ എഴുതിയാൽ എന്റെ ഉത്തരവാദിത്തം തീരൂ. പുതിയ കമ്പനി റൂളാ. കേടോ, ഇവിടെ ആളില്ലെന്ന്. പുറത്തു പോയോ? അല്ല, പുറപ്പെട്ടു പോയതാ. പുറപ്പെട്ടു പോയവരുടെ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാനേ എനിക്ക് സൗകര്യമില്ല. എന്റെ ചേട്ടാ, അങ്ങനെ പറയരുതേ. എന്നെ കുഴപ്പത്തിലാക്കരുത്. ചേട്ടൻ വാങ്ങിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞാലും ഈ പ്രശ്നം ഇവിടെ തീർന്നു. പക്ഷെ ഇത് തിരിച്ചു കൊണ്ടുപോയാ ഈ തിരക്കിനിടയ്ക്ക് ഇത് വലിയ പൊല്ലാപ്പ. ഒന്ന് സഹകരിക്കേട്ടാ. കേടോ, ഈ മരിച്ചു പോയവർക്ക് വരുന്ന കൊറിയറൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? അതുപോലെ അങ്ങ് ചെയ്താൽ മതി. എന്റെ ഈ മകൾ മരിച്ചു, അങ്ങനെ തന്നെ എഴുതി വിട്ടേക്ക്. കാര്യം തീരട്ടെ. അയ്യോ ചേട്ടാ, അപ്പൊ മകളാണല്ലേ? അല്ല, അമ്മ. ദേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. എന്റെ പൊന്നു ചേട്ടാ, അലമ്പല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന്റെ ഒരു ഒപ്പും ഫോൺ നമ്പറും കിട്ടിയാ എന്റെ ജോലി കഴിഞ്ഞു. അത് കിട്ടിയില്ലേ എന്റെ ജോലി കൂടും. കൊറിയർ കൈപ്പറ്റാത്തതിന്റെ കാരണം വരെ അവിടെ ബോധിപ്പിക്കേണ്ടി വരും. ചേട്ടാ പ്ലീസ്. ഇത് വലിയ ശല്യമായല്ലോ. ചേട്ടാ പ്ലീസ് എടുക്ക്. എവിടെ ഒപ്പിടേണ്ടത്? ഇതെവിടെ? ആ ഫോൺ നമ്പർ ഇവിടെ നിന്ന് എഴുതിയേക്കണേ. ആ, ഇനി ചേട്ടൻ ഇതങ്ങ് വാങ്ങിച്ചാ എന്റെ പരിപാടി തീർന്നു. സാർ, വേണ്ടെങ്കി വേണ്ട. വിളിച്ചു ചോദിക്കുമ്പോ കിട്ടി ബോധിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണേ. എന്തിനാ മോളെ നീ ഞങ്ങളെ ഇട്ടിങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നീ അല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നീ എന്താ അത് ഓർക്കാതെ പോയത്? നീ ഇപ്പോഴും ഇവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? എത്രയൊക്കെ വന്നാലും നമ്മുടെ മോളല്ലേ. മോള്? നിന്റെ ഒരു മോള്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.